എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് ഇനി ലഭിക്കാനുള്ളത് 10ാമത്തെ ഘടുവിതമാണ്. അപ്പോൾ നിരവധി വട്ടം കേന്ദ്രം നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കാനുള്ളവരാണോ, നിങ്ങൾ ശരിയാക്കുക എന്നുള്ളത് നിരവധി അവസരങ്ങളാണ് കേന്ദ്രം നമുക്ക് തന്നിരുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇപ്പോൾ ലാൻഡ് സീഡിങ്ങിന്റെ കാര്യങ്ങളൊന്നും കേന്ദ്രം മിണ്ടുന്ന പോലുമില്ല. അത് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കേന്ദ്രം നിർദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം EKYC ആർക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവർ EKYC കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ EKYC ചെയ്യാത്തവർ EKYC ചെയ്യണം എന്നുള്ളതല്ല. ഇപ്പൊ നിരവധി കിട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നവർക്കൊക്കെ EKYCയുടെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവര്, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും കേന്ദ്രം ഇപ്പോൾ സംസാരിക്കുന്നില്ല. കാരണം ഈ ഒരു പ്രാവശ്യം കൂടി കഴിയുമ്പോൾ തന്നെയും ഇനിയും ഒരു കാര്യങ്ങളും ശരിയാക്കാത്തവർ, ഇപ്പോൾ നിരവധി ലാൻഡ് സീഡിങ്ങിന്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, EKYCയുടെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ബാങ്കിന്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പോൾ 2022 5-ാം മാസം വരെയാണ് ഇങ്ങനെ മുടങ്ങിയിട്ടുള്ളവർക്ക് ലാസ്റ്റ് ലഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത് അവർ ശരിയാക്കാതെ ഇത്രയും നാളും അത് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ, ഈ കേന്ദ്രം ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ ഇപ്പൊ അവർ ഓരോ പ്രാവശ്യവും എല്ലാവരുടെയും പേരിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് റിജക്റ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ആയി നിൽക്കുന്നു എന്നൊക്കെ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇനിയും ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും കേരളത്തിലെ കണക്ക് പ്രകാരം തന്നെ 25,000-ന് മുകളിൽ ആൾക്കാർ തന്നെ വീണ്ടും പുറത്താക്കപ്പെടുകയാണ്. കാരണം നിങ്ങൾക്ക് ഇത്രയും സമയം തന്നിട്ട് പോലും ഇതൊന്നും ശരിയാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ യാതൊരു കാര്യങ്ങളും കേന്ദ്രം ഇനിയിപ്പോൾ മുന്നോട്ട് പോവില്ല. കാരണം ഈ DBT ട്രാൻസാക്ഷനും PFMS-ഉം ഒക്കെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും നമുക്ക് ഓരോ പേയ്മെന്റുകളും ഈ ഏജൻസി വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആൾക്കാർ ഇത്രയും പേർക്ക് ഇത് റിജക്റ്റ് ആവുന്നു, വീണ്ടും അത് റിട്ടേൺ പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും കേന്ദ്രം അവസരം തരുമായിരുന്നു, നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷനേ വരുന്നില്ല. നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യണം അല്ലെങ്കിൽ ബാങ്ക് സീഡിങ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയും കേന്ദ്രം നിർദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവസാനത്തെ ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം കേന്ദ്രം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിർദ്ദേശിക്കില്ല. കഴിവതും എത്രയും പേരെങ്കിലും മാറ്റി നിർത്താനേ കേന്ദ്രം ശ്രമിക്കുകയുള്ളൂ. കാരണം ഓരോ പ്രാവശ്യവും ഓരോ പുതിയ ഗഡുക്കൾ വരുന്ന സമയത്ത് തന്നെ പുതിയ അപേക്ഷകളാണ് ഇഷ്ടം പോലെ വരുന്നത്. അതുകൊണ്ട് തന്നെയും അത്രയും പേരും ബൾക്കായിട്ട് നിൽക്കുന്നതോട് തന്നെയും കേന്ദ്രം ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇനി പ്രോത്സാഹിപ്പിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ നിങ്ങളുടെ തുക വിതരണം മുടങ്ങുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അപ്ഡേഷൻ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തുക വിതരണം ഇത്തവണയും മുടങ്ങുന്നതാണ്. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ലാൻഡ് സീഡിങ്ങിന്റെ പ്രശ്നങ്ങളുള്ളവരാണ്, നിങ്ങളുടെ ലാൻഡിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്തവരാണ്, ഇപ്പോഴും ലാൻഡ് സീഡിങ് നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസിൽ നേരിട്ട് തന്നെ ചെന്ന് അത് ശരിയാക്കാനായിട്ട് ശ്രമിക്കുക. ബാങ്കിന്റെ പ്രശ്നമാണെങ്കിൽ ആ DBT എനേബിൾഡ് ആക്കാൻ നിങ്ങൾ ബാങ്കിൽ എത്രയും വേഗം തന്നെ ബാങ്കിൽ ചെന്ന് നിങ്ങൾ DBT എനേബിൾഡ് ആക്കേണ്ടതാണ്. EKYC ഇനി ഇപ്പോൾ നമുക്കുള്ള EKYC ചെയ്യേണ്ടത് ആർക്കായാലും ഇനി EKYC ബയോമെട്രിക്കലായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോണിലെ ആപ്പ് വഴി ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് EKYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അക്ഷയയിൽ പോയി നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈലിലെ ആപ്പിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനകത്ത് ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമ്മൾ ആദ്യം അതിന്റെ ലൊക്കേഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. ബെനിഫിഷ്യറി എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും ടൈപ്പ് ചെയ്യാം, ആധാർ നമ്പറും ടൈപ്പ് ചെയ്യാം. ഈ ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ ഗെറ്റ് OTP എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ആ പ്രൊഫൈൽ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണോ, EKYC ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് EKYC ചെയ്യാനായിട്ട് സാധിക്കും. OTP ബേസ്ഡ് EKYC കാണിക്കും, ബയോമെട്രിക്കൽ ബേസ്ഡ് EKYC കാണിക്കും. അതിൽ നിങ്ങൾ എടുക്കേണ്ടത് ബയോമെട്രിക്കൽ ബേസ്ഡ് EKYC ആണ്. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ EKYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം 25,000-ന് മുകളിലുള്ള ആൾക്കാർ പുറത്തു പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.